നമ്മളിപ്പോൾ നിലമ്പൂർ കോവിലത്തിന്റെ ഉള്ളിലൂടെയുള്ള റോട്ടിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിലുള്ള കോവിലത്തിന്റെ ഉള്ളിലേക്ക് എൻട്രി കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് അവിടുത്തെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം തുറക്കുന്ന സമയങ്ങളിലുള്ളൂ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നമ്മൾ ആ റോട്ടിലൂടെ ഇങ്ങനെ പോയി അമ്പലവും അതിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് പിന്നെ നേരെ പോയത് മരങ്ങളുടെ രാജകുമാരൻ്റെ പാലസിലേക്കാണ്. നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഏതാണ്ട് 166 വർഷം പഴക്കമുള്ള തേക്കിൻ തടികൾ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഒരു കാട് കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള മ്യൂസിയങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. മരം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം കാട്ടിലേക്ക് കയറുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ്. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ അറിവ് നമുക്ക് അവിടുന്ന് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ തറവാട്ടുകളിലും ഇല്ലങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന അവർ അടുക്കളയിലും അതുപോലെ തന്നെ ബെഡ്റൂമിലും ഡൈനിങ് ടേബിളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു പാർക്കും കൂടി ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ വിശേഷങ്ങൾ ഈ കാണുന്ന വീഡിയോയിലൂടെ. താങ്ക് യു.